കുമ്പിടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സായാഹ്ന നിലച്ച് 10 ദിവസം പിന്നിട്ടു. ആശുപത്രിയിൽ കരാർ ജീവനക്കാരുടെ കാലാവധി അവസാനിച്ച് പുതിയ നിയമനം നടത്താത്തതാണ് കാരണം. നിയമനവുമായി ബന്ധപ്പെട്ട് UDF ഭരണ നേതൃത്വത്തിലെ ചില അംഗങ്ങളുടെ ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ നിന്ന് 5 കോൺഗ്രസ് അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോയി. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2022 കുമ്പിടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന പ്രവർത്തനം ആരംഭിച്ചത്. 6 മാസമാണ് ആശുപത്രിയിലെ കരാർ ജീവനക്കാരുടെ കാലാവധി. ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് ഒഴിവുകളാണ് കുമ്പിടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിലവിലുള്ളത്. മാർച്ച് 22 ജീവനക്കാരുടെ കാലാവധി അവസാനിക്കുന്ന സമയം. കരാർ ജീവനക്കാരുടെ കാലാവധി പുതുക്കി നൽകുന്നത് സംബന്ധിച്ച് മെഡിക്കൽ ഓഫീസർ ആനക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് മാർച്ച് 5 കത്ത് നൽകിയിരുന്നു. എന്നാൽ അടിയന്തര ബോർഡ് യോഗം ചേർന്ന് ജീവനക്കാരെ നിയമിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിന് പകരം നടപടിക്രമങ്ങൾ ഇത്രത്തോളം വൈകിപ്പിച്ചതും നിലവിലുണ്ടായിരുന്ന ജീവനക്കാരെ തന്നെ നിയമിക്കണമെന്ന ആവശ്യവും അംഗീകരിക്കാത്തതുമാണ് OP അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നും ഇത് അംഗീകരിക്കാതെ വന്നതോടെയാണ് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC രാജു, കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി ലീഡറും മെമ്പറുമായ T സ്വാലിഹ് എന്നിവർ പറഞ്ഞു. ഇവിടെ യാതൊരു തടസ്സവുമില്ല. 5-ാം തീയതി 5/3/2025 ഇവിടെ നിന്ന് മെയിലായിട്ട് അയച്ച ലെറ്ററിന് 26-ാം തീയതി വരെ കാത്തിരിക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്. ഒരു പ്രത്യേകിച്ച് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സേവനമാണ് ഈവനിങ് OP. സർക്കാർ ആർദ്രം പദ്ധതി പ്രകാരം നടപ്പാക്കി ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ 12 ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി കൊല്ലം തോറും 12 ലക്ഷം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അത് മുടങ്ങരുത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളല്ല മുടക്കിയത്. അത് മുടങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് പുതുക്കി നൽകാൻ കഴിയില്ല എന്ന് മാത്രമല്ല അത് കൃത്യമായി അതിന്റെ വിശദീകരിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടും അതിന്റെ കാര്യങ്ങളൊക്കെ വസ്തുതകൾ അനുസരിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും പ്രസിഡന്റിന്റെ ധിക്കാരപരമായ ജനദ്രോഹപരമായ നടപടിയാണ് പ്രസിഡന്റ് അവിടെ സ്വീകരിച്ചത്. അതിന് CPM മെമ്പർമാരും കൂട്ടുനിന്നും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ മെമ്പർമാരും അതിന് ഒപ്പമാണ് നിൽക്കുന്നത്. കോൺഗ്രസിന്റെ 5 മെമ്പർമാരാണ് അതിന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത്. ആ കോൺഗ്രസ് ജനങ്ങളോടൊപ്പം, സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം എന്നും കോൺഗ്രസിന്റെ മെമ്പർമാരുണ്ടാകും. കോൺഗ്രസിന്റെ അത് പറ്റില്ല, സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർത്തത്. പ്രസിഡന്റിനോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാത്രം അതിനെ എതിർക്കുകയും മറ്റുള്ള ആളുകൾ അതിന് അനുകൂലിച്ച നിലപാടിലൂടെയാണ് നിന്നത്. അതുകൊണ്ട് ഞങ്ങൾ വിവേചനക്കുറിപ്പ് എഴുതിയിട്ടാണ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയത്. പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ പദ്ധതി തടസ്സമില്ലാതെ മുന്നോട്ടു പോകണമെന്നാണ് ലീഗ് നേതൃത്വം നിലപാട് അറിയിച്ചത്. അതേസമയം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും പ്രതിപക്ഷവും ഇതിന് കൂട്ടുനിന്നെന്നും മെമ്പർമാർ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. NCV ന്യൂസ്, തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.